ഞങ്ങൾ പ്രതികരിക്കാൻ ക്രിസ്തുവിന്റെ പ്രതികാര വഴിയെ ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ ഞങ്ങള് വളരെ കഴുത്ത് വിട്ടേക്കാം അല്ലെങ്കിൽ പകരം ചോദിച്ചേക്കാം എന്നൊന്നുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാനവികത, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞു എന്നല്ല, അതിനപ്പുറം ജീവനർപ്പിച്ച് കാണിച്ചു കൊടുത്ത ആ സത്യത്തെ തമസ്കരിക്കാൻ ഞങ്ങൾക്കാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്കിവിടെ ഒരു മതത്തോടും വിദ്വേഷമോ വെറുപ്പോ ഇല്ല. ആരെയും വെറുപ്പിന്റെ പാതയിൽ കാണാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, തെറ്റാണ്. ഈ തെറ്റ് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നൊരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. ഇവിടെ വേറൊരു കാര്യമുണ്ട്, സഭയെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലെ, കത്തോലിക്ക സഭയെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത നമുക്ക് പാടില്ല. ഈ സഭ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ലോ. അനേകായിരം രക്തസാക്ഷികള്, ബലിദാനികള്, അവരവരുടെ ചോരയിൽ വീണ വിത്താണ്, ചോരയിൽ മുളച്ച വിത്താണ് ഈ കത്തോലിക്ക സഭ. ഞങ്ങളെ സംരക്ഷിക്കുന്നത് ക്രിസ്തുവാ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ജീവിക്കുന്നു എന്ന സത്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ജീവനോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ അപ്പസ്തോല പ്രവർത്തനം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ബൈബിളിൽ. ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എന്താണെന്നറിയോ? ഒരു കാര്യം സഭയ്ക്കായിട്ടൊരു പണി കൊടുക്കുമ്പോ, വിശ്വാസത്തിനായിട്ടൊരു പണി കൊടുക്കുമ്പോ, ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഒരു പണി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് സൂക്ഷിക്കണം. അല്ലെ, പൗലോസ്ലീഹ, സഭയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പൗലോസ്ലീഹ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ പൗലോസ്ലീഹയുടെ മുൻപിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സംരക്ഷണം സജീവനായി ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്, പരിഹാരം ചെയ്യണം. ഇത് വലിയൊരു ദൈവം നിന്ന നമ്മുടെ ഇടയിൽ സംഭവിച്ചു. ഈ വിശുദ്ധ വസ്ത്രം, ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവഹേളിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ദൈവം നിന്ന എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് പരിഹാരം ചെയ്തുകൊണ്ട് ഇത് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, ഇത് ക്രിസ്തു തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതിന് പരിഹാരം ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണെന്ന് ഞങ്ങൾ പരിഹാരം ചെയ്യുന്നത്? അതായത് ഇവിടെ പൗരോഹിത്യത്തെ, സിസ്റ്റേഴ്സിനൊക്കെ അവഹേളിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ശ്രമം അത് തീർച്ചയായും ഉണ്ട്. അതിനുവേണ്ടി ഫണ്ട് ഒഴുക്കുന്നവരുണ്ട്, അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് കറുത്ത കൈകളുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലഞ്ഞിട്ടല്ല. 4 പേരൊരു മുറിയിലിരുന്ന് പെട്ടെന്ന് പിടച്ചൊരു തീരുമാനം എടുത്ത് പെട്ടെന്ന് ഒരുമിച്ച് അങ്ങ് ഒപ്പിച്ചാൽ കാര്യം അങ്ങ് നടക്കും എന്നൊന്നും വിചാരിക്കരുത് ആരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ വന്നതല്ല, പരിഹാരം ചെയ്യാൻ വന്നതാ. പ്രതികാരമല്ല, പരിഹാരമാണ് നടക്കേണ്ടത്. എങ്ങനെ? ഇവിടെ ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു സംഭവം ഏതാണ്? ഈ ഈ വിശുദ്ധമായിട്ടുള്ള വസ്ത്രം ക്ലോസറ്റിൽ കാണുക എന്ന് പറയുന്നത് വളരെ ദാരുണമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ? ഒരു കൈക്കര തുണി പോലും അല്ലെ നമ്മൾ ക്ലോസറ്റിൽ കടന്നു കിട്ടുക, അല്ലെ ബാത്റൂമിൽ കടന്നു കിട്ടുക, ഫ്ലഷ് ടാങ്കിൽ കടന്നു കിട്ടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മുടെ അപ്പന്റെ മുണ്ട് അവിടെ കണ്ട നമ്മുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഒരു സാരി ഒരു ക്ലോസറ്റിൽ കണ്ട നമ്മുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? നമ്മൾ ആകെ തകർന്നു പോകുമല്ലേ? പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ ഊറാറ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിവിടെ ഇങ്ങനൊരു കാര്യം നടക്കാൻ ഉണ്ടായ സാഹചര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതല്ല, മറിച്ച് അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ് കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം, ഈ ഊറാറ, അത് പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വസ്ത്രമാണ്. അപ്പോൾ അവഹേളിക്കപ്പെടാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ അതിനെ സ്നേഹിക്കാനായിട്ടുള്ള ഒരവസരമായിട്ടാണ് ഞങ്ങൾ തീർച്ചയായും ഇവിടെ വന്നതും
ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ആളുകൾ ഇവിടെ വന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് പേര് സഭയെ സ്നേഹിക്കുന്നവരുണ്ട്. ഇവിടെയുള്ള ആളുകളെ ഒന്നും വിളിച്ചിട്ട് വന്നതല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഓടിക്കൂടി ഇവിടെ വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു ക്രിസ്തീയമായിട്ടുള്ളൊരു പ്രതികാരമായി മാറണം എന്നൊരാഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ളൂ. അതുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയവും വെറുപ്പിൻ്റെ കാര്യമൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ വിദ്വേഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ശരിക്കും ഇവിടെ നടന്നത്.